What's up guys, it's me Rohit Donald and welcome back to another video guys. ഇന്ന് നമ്മുടെ ബാക്കിലുള്ള ഒരു സ്വിഫ്റ്റിന്റെ ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി കിറ്റൊക്കെ കയറ്റി കംപ്ലീറ്റ്ലി അടിപൊളി രീതിയിലാക്കിയേക്കുന്ന ഒരു സ്വിഫ്റ്റ് ടൈപ്പ് 3 ആണ്. ആദ്യം തന്നെ എൻ്റെ പെയിന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബ്ലൂ ഷെയ്ഡിന്റെ കൂടെ ജസ്റ്റ് ഒരു പേൾ എഫക്റ്റ് വരുന്ന കണക്കത്തെ ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു വണ്ടിക്കകത്ത് ഫൈബറിൻ്റെ ഐലറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോണറ്റ്സും ചെറിയ സ്കൂപ്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫൈബർ വർക്കാണ്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ സീറോ ടു സീറോയുടെ ലോഗോ ഇവിടെ കാണാം. ഇവിടെ ചെറിയൊരു കാർബൺ ഫൈബറിന്റെ ടെക്സ്ചർ വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബമ്പർ ആക്ച്വലി കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓവറോൾ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് വണ്ടി കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അലോയ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അലോയ്സ് 18 ഇഞ്ചിന്റെ അലോയ്സ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ആഡ് ചെയ്തേക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മിറേഴ്സ് ഒക്കെ നമ്മൾ മിറർ ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ ബാറ്റ്മാൻ്റെ മിറർ ക്യാപ്പാണ്. അതുപോലെ തന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സൈഡിൽ എന്താണ്ട സ്പ്ലിറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം സ്പോയിലർ തന്നെ. നമ്മൾ സ്പോയിലർ അത്യാവശ്യം നല്ലൊരു സൈസുള്ള സ്പോയിലർ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ സ്വിഫ്റ്റിലും ചെയ്യുന്ന പോലെ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പ് ഈ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെയും നമുക്ക് കസ്റ്റം ബമ്പറാണ്. നമ്മുടെ കിറ്റിനകത്ത് വരുന്നത് തന്നെയാണ് ടൈപ്പ് 3 കിറ്റിനകത്ത്. ഇനി ഇതിനകത്ത് മഫ്ലറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആക്ച്വലി ഈ വർക്ക് ഇപ്പോൾ നമ്മൾ സീറോ ടു ഗാരേജിൽ വന്നതാണ്. ഈ ഒരു വണ്ടി നമുക്ക് പെയിന്റിങ്ങിന് വന്ന വണ്ടിയാണ്. ബാക്കി ഫുൾ ഇനിയിപ്പോൾ ഈ വണ്ടിക്കകത്ത് എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് നമ്മുടെ കണ്ണൂരിലുള്ളത് കാർ കമ്പനി എന്ന് പറഞ്ഞ ഒരു പേജുകാർ നമുക്ക് പെയിന്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് തന്ന ടീംസിന്റെ പേജും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇന്റീരിയറിലൊന്നും വലിയ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മെയിൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ എൻ്റെ അലോയ് ആണ്. അലോയ് 18 ഇഞ്ചാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു പെയിന്റ് ജോബ്, ഈ പെയിന്റ് അത്യാവശ്യം നൈസ് ഒരു പെയിന്റ് ആണ്. ഓൾമോസ്റ്റ് കാൻഡി ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാമെന്ന രീതിക്കുള്ളൊരു ബ്ലൂ ആണ്. കാര്യം ഓടിപ്പോകുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ നമ്മളെ പ്രസൻസ് പിടിച്ചെടുക്കുന്ന കണക്കത്തൊരു കളറാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ആംഗിൾ നമ്മുടെ ഈ വണ്ടി കാണാമെന്ന് പറഞ്ഞാൽ അന്യായ ലുക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കകത്ത് എക്സോസ്റ്റോ എയർ സസ്പെൻഷനോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇനി ഈ വണ്ടിക്കകത്ത് എയർ സസ്പെൻഷൻ വരുന്നുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ വീണ്ടും ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. സോ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല. കാര്യം ഇപ്പോൾ കറണ്ട്ലി വണ്ടി കിടക്കുന്ന കൊല്ലത്താണ്. ഇനിയിപ്പോൾ ഈ വണ്ടി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കണ്ണൂരിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പം അവിടെ നിന്നാണ് ബാക്കി കസ്റ്റമറും കാര്യങ്ങളെല്ലാവരും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ സീറോ ടു ഒരു പെയിന്റിങ്ങിന് വേണ്ടി വന്ന വണ്ടിയാണിത്. അപ്പോൾ ജസ്റ്റ് വണ്ടി കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫോഗ് ലാംപ്സ് ഉണ്ടാ. ഈ ഫോഗ് ലാംപ്സ് ആക്ച്വലി ട്രൈ കളറാണ്. മറ്റേ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് ഞാൻ കാണിച്ചില്ല. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വൈറ്റിനെക്കാട്ടി കൂടുതൽ ഭംഗി നമുക്ക് ഈ യെല്ലോ ഇടുമ്പോഴത്തേക്കാണ്. അതിൻ്റെ കൂടെ DRLൊക്കെ കത്തിക്കിടക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നൈസ് ഒരു ലുക്കാണ് വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇവിടെ DRL വരുന്ന ടൈപ്പ് ഒരു കിറ്റാണ് ഈ വണ്ടിക്കകത്ത് വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മാസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ വണ്ടിക്കകത്ത് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാർ ആൻഡ് ബൈക്ക് എന്തൂസിയസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം അടിപൊളി കാർ ആൻഡ് ബൈക്ക് വീഡിയോസ് ഇനി ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. പിന്നെ നമ്മുടെ സീറോ ടു ഗാരേജിനെ ആണെങ്കിലും ബാക്കി 2 പേജ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ താരം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളെല്ലാം താഴെ കിട്ടും. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലെല്ലാം കോൺടാക്ട് ചെയ്താൽ മതി.